അങ്ങനെ നമ്മൾ വീണ്ടും പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ മുന്നേ ഉള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇവിടുത്തെ നാട്ടുകാർ ഈ റെയിൽവേ സ്റ്റേഷൻ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ എന്ന് വിളിക്കും കേട്ടോ, ഒലവക്കോട് സ്റ്റേഷൻ എന്ന് അറിയപ്പെടും. അപ്പോൾ നമ്മളിന്നിവിടെ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഒരു ചെറിയ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. രാവിലെ 6:10 ഇവിടെ നിന്ന് പുറപ്പെടുന്ന തിരുച്ചെന്തൂർ എക്സ്പ്രസ് കേട്ടോ, ട്രെയിൻ നമ്പർ 16731. അപ്പോൾ ഒരു 6:10 റേഞ്ചിന് ഇവിടെ പാലക്കാടിൽ നിന്ന് എടുത്തിട്ട് ഒരു 3:30 റേഞ്ചിന് തിരുച്ചെന്തൂർ എത്തുന്ന ട്രെയിനാട്ടോ. അപ്പോൾ നമ്മൾ എൻഡ് ടു എൻഡ് ജേർണി ചെയ്യണില്ല, നമ്മളിവിടെ നിന്ന് പളനി വരെ പോകാട്ടോ. ആ ഒരു അടിപൊളി സിംഗിൾ ട്രാക്ക് സീനിക് ബ്യൂട്ടിയൊക്കെ ആസ്വദിച്ച് നമ്മൾ പോവാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ രാവിലെ ഒരു 4:40 റേഞ്ചിനൊക്കെ ഞാൻ പാലക്കാട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 6:10 ഇവിടെ നിന്ന് എടുക്കുക. അപ്പോൾ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിലാട്ടോ ഈ ട്രെയിൻ എപ്പോഴും കിടക്കാറ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി ഒരു അൺറിസേർവ്ഡ് സെക്കൻഡ് ക്ലാസ് യാത്രയായിട്ട് നമുക്ക് കാണാം കേട്ടോ. ഈ ട്രെയിനിൻ്റെ ഒരു കാര്യം കൂടെ പറയേണ്ടത്, ഇത് അൺറിസേർവ്ഡ് എക്സ്പ്രസ് ആണെങ്കിലും ഇതിനൊരു എക്സ്പ്രസിൻ്റെ ഫെയർ ആട്ടോ മേടിക്കുക, ഒരു ഓർഡിനറി ട്രെയിനിൻ്റെ ഫെയർ എല്ലാം മേടിക്കുക. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറയാം. അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ബിസി ആയിട്ടുള്ള ടൈം തന്നെയാണ് കേട്ടോ നമ്മുടെ പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ, ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ. ഇപ്പോൾ ഇവിടെ ഒരു ട്രെയിൻ വന്ന് കയറിയിരിക്കുകയാണ്. ഇത് യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് ആട്ടോ. ഈ ഇടയ്ക്ക് LHB ആയ യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് ആണ്. അപ്പോൾ അതിപ്പോൾ പാലക്കാട് ജംഗ്ഷൻ 3rd പ്ലാറ്റ്ഫോമിൽ വന്ന് കയറിയിരിക്കുക കേട്ടോ. ഇപ്പോൾ നമുക്ക് കുറച്ച് മുന്നേ അത്യാവശ്യം ട്രെയിൻ ഉണ്ടായിരുന്നു കേട്ടോ. സോ ചെന്നൈ മെയിലുണ്ടായിരുന്നു, അതേപോലെ തന്നെ മാംഗ്ലൂർ മെയിലുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞത് ഇപ്പോൾ യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് വന്ന് കയറിയിരിക്കുകയാണ്. ഞാൻ ഒരു കാര്യം പറയാൻ പോകുന്നത്, നമ്മുടെ ട്രെയിൻ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിലാട്ടോ കിടക്കുക. ഇതാണ് നമ്മുടെ സാരഥി, നമ്മുടെ ലോക്കോ ഇതാണ്. ഒരു അറക്കോണം P4 ആട്ടോ, 25023 ആണ് നമ്മുടെ P4യുടെ നമ്പർ. അപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ ഇപ്പോൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ട്രെയിനിൽ കയറാനായിട്ട്. നമുക്ക് ഈ തിരക്കുണ്ടറിയാം, ഇതിൽ കുറച്ച് തിരക്കൊക്കെ ഇവിടുത്തെ ഇപ്പോൾ ഈ ട്രെയിൻ വന്നിറങ്ങിയതിൻ്റെ ആൾക്കാർ പോണതാട്ടോ. അല്ലാത്ത കുറച്ച് പേരൊക്കെ ഉണ്ട് നമ്മുടെ ട്രെയിനിൽ കയറാനായിട്ട്. ട്രെയിൻ നമ്പർ 12257 യശ്വന്ത്പൂരിൽ നിന്നും കോട്ടയം വഴി കൊച്ചുവേളി വരെ പോകുന്ന യശ്വന്ത്പൂർ കൊച്ചുവേളി ഗരീബ് രഥ് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 3ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഈ ട്രെയിനിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയണത്. ഇതൊരു എക്സ്പ്രസ് ട്രെയിൻ ആട്ടോ, പക്ഷെ മൊത്തത്തിലെല്ലാം അൺറിസേർവ്ഡ് കമ്പാർട്ട്മെൻറ്റ്സ് ആണ്, കോച്ചസ് ആണ്. സോ ലിറ്ററലി നമുക്കൊരു എക്സ്പ്രസ് ട്രെയിനിൻ്റെ ഒരു ചാർജ് ഇതിന് കൊടുക്കേണ്ടി വരും കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് 60 രൂപയാണ് ആയത്. പക്ഷേ ഈ ഒരു ട്രെയിനിൻ്റെ റൺ അടിപൊളിയാട്ടോ. എന്താ പറയുക, ആ ഒരു സിംഗിൾ ലൈനിൽ പോകുന്ന സമയത്ത് പിടിച്ചിടൽ മാത്രമായിട്ട് അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളൂ. അതുപോലെ ക്രോസിംഗ് ഒക്കെ പറയുന്ന സമയത്ത് പിടിച്ചിടുന്നല്ലാണ്ട് വേറെ രീതിക്കൊന്നും ഇതിൻ്റെ റണ്ണൊന്നും ഞാൻ എഫക്റ്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പ്രത്യേകിച്ച് എന്താ പറയാൻ കാണുന്നുണ്ടെങ്കിൽ, ഞാൻ ദിണ്ടുക്കൽ വീഡിയോ ചെയ്തിട്ട് ഞാൻ തിരിച്ച് കയറി വന്നത് ഈ ട്രെയിനാട്ടോ. ദിണ്ടുക്കലിൽ നിന്ന് ഒരു 4:45 ഒരു 5 മണി റേഞ്ചിനൊക്കെ കയറിയിട്ട് ഞാനൊരു 8:40 പാലക്കാട് ടൗൺ സ്റ്റേഷനിലാട്ടോ വന്നിറങ്ങിയത്. പക്ഷെ അന്ന് എനിക്ക് വലുതായിട്ട് റണ്ണിനൊന്നും കുഴപ്പമുണ്ടായില്ല. ആകെ ഉടുമലപ്പേട്ടും പിന്നെ ഒരു ഒട്ടൻചത്ര എന്ന് പറഞ്ഞ സ്റ്റേഷനിലാട്ടോ പിടിച്ചിട്ടത്. അതൊരു ക്രോസിങ്ങിന് വേണ്ടിയിട്ട് ഇട്ടതാണ്. അല്ലാണ്ട് ആ ക്രോസിങ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ നിന്നൊക്കെ നല്ല റൺ തന്നെയായിരുന്നു കേട്ടോ. അത് ടൈം മേക്കപ്പ് ചെയ്ത് അത്യാവശ്യം നല്ലൊരു പ്രോപ്പർ ടൈമിൽ തന്നെ പാലക്കാട് ടൗണിൽ ഇരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്തൊരു ട്രെയിനാണ്, എക്സ്പ്രസ് ട്രെയിൻ തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഈ അൺറിസർവ്ഡ് കോച്ചാണ് മൊത്തം. പിന്നെ ഡെയിലി റണ്ണിങ് ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ എന്താ പറയുക, പഴനി പൊള്ളാച്ചി രാവിലെ മാർക്കറ്റിലേക്ക് പോകണവർക്കൊക്കെയും ഇതിൽ കയറി പോകാറുണ്ട് കേട്ടോ. പൊള്ളാച്ചിയൊക്കെ ഒരു 7:30 റേഞ്ചിന് എത്തുന്നതുകൊണ്ട് തന്നെ കുറേ പേരൊക്കെ ഇതിൽ പോകണം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ആൾക്കാർക്ക് ഒരു യൂസ്ഫുൾ ട്രെയിൻ തന്നെയാണിത്. നമ്മൾ കറക്റ്റ് 6:10 പാലക്കാടിൽ നിന്ന് എടുത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നിന്നൊരു 2.5 മണിക്കൂർ അടുപ്പിച്ച് ജേർണി ഉണ്ട് കേട്ടോ. നമ്മളൊരു 8:30 അടുപ്പിച്ച് 8:40 അടുപ്പിച്ച് നമ്മൾ പഴനി എത്തും കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ആ പാലക്കാട് നിലമ്പൂർ റോഡ് പാസഞ്ചർ, നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യണതിന് 5 മിനിറ്റ് മുന്നേ സ്റ്റാർട്ട് ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ. അത് കറക്റ്റ് ഒരു 6:05 ആകുമ്പോൾ എടുത്തു. നമ്മുടെ ട്രെയിനിൻ്റെ 6:10 ആകുമ്പോൾ പാലക്കാട് ജംഗ്ഷനിൽ എടുത്തിരിക്കുക കേട്ടോ. നമ്മൾ നേരെ ലൂപ്പിൽ നിന്ന് ചെന്ന് മെയിനിലോട്ട് കയറുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൻ്റെ ട്രാക്ക് ഉള്ളത് ലൂപ്പ് ലൈനാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ സെക്കൻഡ് മെയിൻ ലൈനിലേക്ക് അവിടെ കയറണത്. അപ്പോൾ നമ്മളിത് ഇവിടെ നിന്ന് എടുത്ത് നേരെ തിരിഞ്ഞിരിക്കുക കേട്ടോ നമ്മുടെ ലൈൻ. ഇതിന് മുന്നേ ഞാൻ ഈ റൂട്ടിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. മുതലമ്മയുടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോണ സമയത്ത് ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ. നമ്മുടെ റൈറ്റ് സൈഡിൽ പോകുന്ന
ലൈൻ എന്ന് പറയുന്നത് നേരെ ഷൊർണൂരിലോട്ട് പോകുന്ന ലൈനാട്ടോ. അവിടെ തന്നെ തൃശ്ശൂരിലോട്ട് ലൈനും തിരിയുന്നുണ്ട്, തിരുവനന്തപുരത്തേക്കുള്ള ലൈനും തിരിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പാലക്കാട് ജംഗ്ഷൻ എന്ന് വരാൻ കാരണം കേട്ടോ. 2 ലൈൻ സ്പ്ലിറ്റായി പോവാണ്. പിന്നെ നമ്മൾ അപ്പുറത്തെ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ചെന്നൈയിലോട്ടുള്ള ലൈനും പോകുന്നുണ്ട് കേട്ടോ. രാവിലെ തന്നെ അങ്ങനെ നമുക്ക് കോട അങ്ങനെ ഒന്ന് ഇതായി വരാം കേട്ടോ. കോട എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ചൂട് സമയമാണ്, എന്നാലും പോലും ചെറിയൊരു കോട പോലെ ഉണ്ട് കേട്ടോ നമുക്ക്. അതിലാണ് നമ്മളിപ്പോൾ ഇങ്ങനെ പോണത് മുമ്പിലോട്ട്. ഫുള്ള് ഹോണടി കേട്ടോ. ഈ നമ്മള് പാലക്കാട് ജംഗ്ഷൻ വിട്ട് നമ്മൾ പാലക്കാട് ടൗൺ സ്റ്റേഷൻ എത്തണ വരെയുള്ള ഗ്യാപ്പിൽ ഫുള്ള് തിരിവാണ്. അപ്പൊ അവിടെയൊക്കെ വെച്ച് ഹോണടി തന്നെയാണ് കേട്ടോ. നമ്മളിപ്പോ പതുക്കെ പാലക്കാട് ജംഗ്ഷനിൽ നിന്ന് വിട്ട് അങ്ങനെ നമ്മൾ ആ സിംഗിൾ ലൈൻ്റെ ഭംഗി ആസ്വദിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പതുക്കെ ഇപ്പോൾ ലൂപ്പിൽ നിന്ന് നേരെ ചെന്ന് കയറുന്നത് പാലക്കാട് ടൗൺ സ്റ്റേഷനിലേക്കാട്ടോ. തെറ്റിപ്പോയി. മെയിൻ ലൈനിൽ നിന്ന് നമ്മൾ ലൂപ്പ് ചെന്ന് കയറുന്നത് പാലക്കാട് ടൗണിലേക്കാണ്. ഇതെന്താ വെച്ചാൽ നമ്മുടെ പാലക്കാട് ഒരു എന്താ പറയുക, ഇത് ശരിക്കും പറഞ്ഞാൽ ഒലവക്കോട് സ്റ്റേഷൻ എന്ന് പറയുന്നത് പാലക്കാട് ജംഗ്ഷൻ ടൗണിൽ നിന്ന് ഭയങ്കര പുറത്തായിട്ടാട്ടോ. ശരിക്കും ടൗണിൻ്റെ അകത്തുള്ള ഒരു സ്റ്റേഷനാണ് ഈ പാലക്കാട് ടൗൺ എന്ന് പറയുന്ന സ്റ്റേഷൻ. പ്രോപ്പറായിട്ടുള്ള ആൾക്കാർക്ക് മറ്റേ ടൗണിൻ്റെ അടുത്തായിട്ട് കിട്ടുന്ന ഒരു സ്റ്റേഷനാട്ടോ. ഇവിടുന്ന് ഒരു മെമോ ഉണ്ട് നമുക്ക്, എന്താ പറയുക, പാലക്കാട് ടൗൺ പാലക്കാട് ടൗൺ ഈറോഡ് ഒരു മെമോ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ മെമോ ഒക്കെ ഇവിടുന്ന് ഉച്ചയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്യാറ്. ഞാനൊരു വട്ടം ആ മെമോ കഴിഞ്ഞ വീഡിയോ ഞാൻ വാളയാറ് വീഡിയോ ചെയ്തത് ആ മെമോയിൽ കയറിയിട്ടായിരുന്നു കേട്ടോ. ഞാൻ കയറിയത് പക്ഷേ പാലക്കാട് ജംഗ്ഷനിൽ നിന്നായിരുന്നു. പാലക്കാട് ടൗൺ സ്റ്റേഷനിൽ തന്നെ അത്യാവശ്യം ആൾക്കാർ കയറിയിട്ടുണ്ട് കേട്ടോ. ആ കയറിയവരൊക്കെ തന്നെയും മിക്കതും പഴനി പോണവരാട്ടോ. പഴനി പോകുന്നവർ കുറേ പേര് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാലക്കാട് നിന്ന് എടുത്ത വഴിക്ക് തന്നെ പഴനിയിലേക്കും ആൾക്കാർ കുറേ കയറിയെന്ന് നേരത്തെ പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇനിയിപ്പോൾ അത്യാവശ്യം സ്റ്റേഷനുണ്ട് നമുക്ക്. പുതുനഗരം, കൊല്ലങ്കോട്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുതലമട, പിന്നെ മീനാക്ഷിപുരം, അങ്ങനെ കുറച്ച് സ്റ്റേഷനൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളൊരു 8:45 ആ റേഞ്ചൊക്കെ അടുപ്പിച്ചാണ് നമ്മൾ 8:30 45-നുള്ളിൽ അടുപ്പിച്ചാൽ നമ്മൾ എന്തായാലും പഴനി എത്തുക. പഴനി എത്തിയിട്ടാണ് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കണം കേട്ടോ. അപ്പോൾ അതോടെ എത്തിയിട്ടുള്ള കാര്യം ഞാനത് പറയാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ ട്രെയിനിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ റൺ എങ്ങനെയാന്നൊക്കെ നമുക്ക് കണ്ടറിയാം കേട്ടോ. ഇതൊക്കെ നല്ല അടിപൊളിയാട്ടോ കാണാനായിട്ട്. ഈ സമയത്തൊക്കെ വന്നു കഴിയുമ്പോൾ തന്നെ നല്ല 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 കാഴ്ചകളാണ് കിട്ടണത്. നമുക്ക് ആ ഒരു നേരം വെളുക്കണോണ്ട് തന്നെ ഒരു ചെറിയൊരു കോട മൂടി നിൽക്കുന്ന ഒരു കാഴ്ച കിട്ടാണ്ടിട്ട് നമുക്ക് നല്ല റൂട്ട് തന്നെയാണ് കേട്ടോ. അത് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ അടിപൊളി റൂട്ടാണ്. ഒരു DG4 കൊണ്ടുവന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഓഫ് ചെയ്തിട്ടിരിക്കുക കേട്ടോ. അതിൻ്റെ ബാക്കിൽ നമുക്ക് ട്രാക്ക് മെയിൻ്റെനൻസ് ചെയ്യണ മെഷീനും കാണാം നമുക്ക്. ഇത് മറ്റേ ട്രാക്കിലേക്ക് മറ്റേ റെയിൽ കൊണ്ടിടുന്ന മെഷീനാട്ടോ. നമ്മൾ അത് കഴിഞ്ഞ് പതുക്കെ പുതുനഗരം എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ വന്ന് കയറിയിരിക്കുകയാണ്. 6:40 ആകുമ്പോൾ നമ്മളൊന്ന് കയറിയിരിക്കുക കേട്ടോ പുതുനഗരം. ഒരു കുഞ്ഞ് സ്റ്റേഷനാട്ടോ. നമ്മളാ കണ്ടത് വന്നപ്പോൾ തന്നെ കണ്ട ഫ്രെയിമിൽ ഒരു കുഞ്ഞ് എൻട്രൻസ് ആണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ വണ്ടി എടുത്തിരിക്കുക കേട്ടോ. കറക്റ്റ് ഒരു 6:42 43 ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ പുതുനഗരത്തിൽ നിന്ന് വിട്ടിരിക്കുകയാണ്.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം സ്റ്റോപ്പിൽ നിന്ന് പോകുന്ന ഒരു ട്രെയിൻ ആണെങ്കിൽ പോലും ഇതിന്റെ റണ്ണിന് ഒരു കുഴപ്പവും വരുന്നില്ല കേട്ടോ. നല്ല അടിപൊളി റൺ തന്നെയാണ്, നിങ്ങൾക്ക് കണ്ടാൽ നല്ല എടുത്തപ്പോൾ തന്നെ നല്ല അടിപൊളി സ്പീഡിലാട്ടോ പോകുന്നത്. അപ്പോൾ റണ്ണിനും കാര്യങ്ങളൊന്നും ഒരു കുഴപ്പമില്ല. ഈ സ്റ്റോപ്പുകൾ വരുമ്പോൾ കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ ലോക്കോപ്പലിൻ്റെ ഒരു ഹോണടി ഉണ്ട്, കാരണം ഇവിടെ കുറച്ച് സിംഗിൾ ലൈൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് വളവും തിരിവുകളൊക്കെ കൂടുതലാട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഹോണടിയാണ് നിങ്ങൾക്ക് കേൾക്കാനുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ പോവാണ്, അടിപൊളി തന്നെയാണ് മൊത്തത്തിൽ കേട്ടോ. അങ്ങനെ നമ്മൾ സിനിമകളിൽ കണ്ട ഒരു അടിപൊളി റെയിൽവേ സ്റ്റേഷനായ മുതലമട വന്നിരിക്കുക കേട്ടോ. ഞാനിതിന് മുന്നേ ഈ സ്റ്റേഷൻ എക്സ്പ്ലോർ ചെയ്യണമെന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം സ്റ്റേഷനിൽ കൊടുക്കാം കേട്ടോ. ഞാനിത് പോയി കാണാം. ഇതേ ട്രെയിൻ തന്നെയാണ് ഞാൻ മുതലമട വന്ന് ഇറങ്ങിയത് കേട്ടോ. നല്ല അടിപൊളി റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. നമുക്ക് എപ്പോൾ ഇവിടെ വന്ന് കയറുമ്പോഴും നമുക്ക് ആ ഒരു ഫീല് കിട്ടും കേട്ടോ. ആ ഒരു വെട്ടം സിനിമയുടെ നിരവധി സിനിമകളിൽ ലൊക്കേഷനായിട്ടൊരു സ്റ്റേഷനാണ് കേട്ടോ. പക്ഷെ ഇപ്പോൾ ഇവർ കുറച്ച് മരങ്ങളൊന്നും വെട്ടാണ്ട് ഇപ്പോഴും അവിടെ ഇങ്ങനെ റീറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, നമുക്ക് ആ സ്റ്റേഷനിൽ ഭംഗിന് വേണ്ടിയിട്ട്. നമ്മൾ മുതലമട വന്നങ്ങനെ കയറിയിരിക്കുകയാണ്. കണ്ടില്ലേ ഈ മരം കേട്ടോ, മെയിനായിട്ടുള്ള ഐക്കോണിക് മരം. ഹൃദയം ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഇവിടെ തന്നെയാണ് കേട്ടോ. ഹൃദയത്തിൻ്റെ ഒരു ചെറിയൊരു അത്യാവശ്യം പോർഷൻസും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആടുജീവിതവും അത്യാവശ്യം ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടിപൊളി സ്റ്റേഷനിൽ നമ്മൾ എടുത്തിരിക്കുക കേട്ടോ. നമുക്കിനി ഇത് കഴിഞ്ഞാൽ നമ്മൾ നേരെ കയറുന്നത് തമിഴ്നാട്ടിലേക്ക് കേട്ടോ. മീനാക്ഷിപുരമാണ് നമ്മുടെ വരുന്ന അടുത്ത സ്റ്റേഷൻ. നമ്മൾ തമിഴ്നാട് ബോർഡറിലേക്ക് അങ്ങനെ പതുക്കെ കയറും. ഇവിടെ നിർത്തുന്ന ആകെ ഒരു 2 ട്രെയിനുള്ളൂ കേട്ടോ. ഒന്ന് നമ്മുടെ ഈ തിരുച്ചെന്തൂർ എക്സ്പ്രസ്സും പിന്നെ അമൃത എക്സ്പ്രസ് നിർത്താറുണ്ട് കേട്ടോ. അമൃത എക്സ്പ്രസ് തിരിച്ചു വരുന്ന അമൃത എക്സ്പ്രസ് നിർത്തുന്നതാണ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത്. തിരുച്ചെന്തൂർ അപ്പ് ആൻഡ് ഡൗൺ പോകുന്നത് ഇവിടെ നിർത്തും കേട്ടോ. രാത്രി പോകുന്ന തിരുച്ചെന്തൂർ ഇവിടെ നിർത്തിയിട്ടുണ്ട്. അന്ന് ഞാൻ ഇതേപോലെ ദിണ്ടുകൽ വീഡിയോ കഴിഞ്ഞ് വരുന്ന സമയത്ത് മുതലമടയിൽ നിർത്തിയിട്ടുണ്ടോ. പക്ഷെ രാത്രി നമുക്ക് അങ്ങനെ എളുപ്പം മനസ്സിലാവില്ല കേട്ടോ സ്റ്റേഷൻ. അത് രാത്രി കൊണ്ട് തന്നെയാണ് അതിൻ്റെ ഒരു ഇതുണ്ടാവും നമുക്ക് സ്റ്റേഷനിലേക്ക് വരുമ്പോൾ തന്നെ. മെയിനിന്ന് ലൂപ്പ് നിർത്തിയ സ്റ്റേഷനിൽ കയറിയിരിക്കുകയാണ്, മീനാക്ഷിപുരം. നമ്മൾ തമിഴ്നാട് അങ്ങനെ കയറിയിരിക്കുകയാണ്. തമിഴ്നാടിലെ ഫസ്റ്റ് സ്റ്റേഷൻ കേട്ടോ മീനാക്ഷിപുരം. എല്ലായിടത്തും നമുക്ക് 1 മിനിറ്റിൻ്റെ അടുത്തൊക്കെ തന്നെ ഹോൾട്ട് ഉള്ളൂ കേട്ടോ. 1 മിനിറ്റ് 2 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ അവിടെ നിന്ന് എടുക്കുകയാണ് കേട്ടോ. നമ്മളിത് മീനാക്ഷിപുരത്തിൽ നിന്ന് എടുത്തിരിക്കുകയാണ്. പാരലിൽ പോകുന്നൊരു മെയിൻ റോഡ് തന്നെ പോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ റോഡ് നമുക്ക് അവിടെ നിന്ന് ക്രോസ് ചെയ്ത് അങ്ങനെ അപ്പുറത്തേക്ക് പോകണതാട്ടോ. ഇതൊക്കെ പൊള്ളാച്ചി ബൈ റോഡ് പോകുന്ന വഴി തന്നെയാണ് കേട്ടോ. പൊള്ളാച്ചിക്ക് ബൈ റോഡ് പോകുന്ന ഗോവിന്ദാപുരം, നെന്മാറ, കൊല്ലങ്കോട് ആ ഒരു സ്ട്രെച്ച് തന്നെയാണ് ഇത് കേട്ടോ. ഈ നമ്മളിപ്പോൾ കണ്ടില്ലേ ക്രോസ് ചെയ്ത് നേരെ കാണുന്നതാണ് പൊള്ളാച്ചി. ഇവിടുന്ന് 13 കിലോമീറ്റർ കൂടെ ഉള്ളു പൊള്ളാച്ചി. പളനി 75. പിന്നെയാണ് മെയിൻ ലൈൻ ഹൈവേ ആയിട്ട് പോണത് കേട്ടോ. നമ്മുടെ പൊള്ളാച്ചി വരുമ്പോൾ നമുക്ക് അവിടെ നിന്ന് വേറൊരു ലൈൻ വന്ന് കയറണ കാണാം കേട്ടോ. ഒരു ലൈൻ നമുക്ക് ഇവിടെ നിന്നും നമ്മളും വന്ന് കയറാം കേട്ടോ. 2 ലൈൻ ഒരുമിച്ചാണ് വന്ന് കയറണത്. ഇവിടെ എല്ലാം കൂടെ ഒന്ന് ജോയിൻ ആവട്ടോ. അതേതാ ലൈൻ എനിക്ക് പിടികിട്ടുന്നില്ല. പൊള്ളാച്ചി ജംഗ്ഷനിൽ വന്ന് കയറിക്കൊണ്ടിരിക്കുക. ജംഗ്ഷൻ സ്റ്റേഷനാണ് പൊള്ളാച്ചി. പുറത്തൊരു ട്രെയിൻ കിടക്കുന്നുണ്ട് കേട്ടോ, നമുക്കത് ഏതാ നോക്കാം. ഒരു അണ്ടർഗ്രൗണ്ട് ട്രെയിനാട്ടോ. നമ്മള് പൊള്ളാച്ചി വന്നിരിക്കുകയാണ്. നമ്മൾ വരുമ്പോൾ അപ്പുറത്ത് കിടക്കുന്ന കണ്ട ട്രെയിൻ മന്നാർഗുഡി ആട്ടോ. പൊള്ളാച്ചിയിൽ നിന്ന് മന്നാർഗുഡി പോകുന്നൊരു ട്രെയിനാണ്.
അപ്പോൾ അതാണ് നമ്മൾ കയറി വരുമ്പോൾ തന്നെ തൊട്ടപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ കൊണ്ടിട്ടിരിക്കുന്നതാണ് കേട്ടോ. അത് ഇവിടെ നിന്ന് പോകാൻ നിൽക്കുകയാണ്. അതിപ്പോൾ മന്നാർഗുഡി അല്ല കേട്ടോ, അത് കോയമ്പത്തൂർ പോകാൻ നിൽക്കുക. പൊള്ളാച്ചിയിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് 2 ദിവസം എക്സ്പ്രസ് ആയിട്ടോ ആ ട്രെയിൻ പോകാൻ നിൽക്കുന്നത്. അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് വീണ്ടും പൊള്ളാച്ചി വന്ന് ഇവിടെ നിന്ന് വൈകിട്ട് മന്നാർഗുഡി പോകുന്നൊരു ട്രെയിനായിട്ടോ അത് പോവുക. അപ്പം അങ്ങനെയാണ് ആ ട്രെയിനിൻ്റെ ഒരു ഷട്ടിൽ സർവീസ്. അതിൻ്റെ റേറ്റ് അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. റേറ്റ് ഷെയറിംഗ് ഉള്ള ട്രെയിനാണ്. അധികം നേരമൊന്നും ഇട്ടില്ല കേട്ടോ. നമ്മളൊരു 10 മിനിറ്റിൻ്റെ താഴേക്ക് പൊള്ളാച്ചിയിൽ നിർത്തിയിട്ടുള്ളൂ. നമ്മളിത് പൊള്ളാച്ചി ജംഗ്ഷനിൽ നിന്ന് എടുത്തിരിക്കുക കേട്ടോ. അപ്പോൾ സമയം കറക്റ്റ് പറയുകയാണെങ്കിൽ 7:33 ആയിട്ടോ. ഇനി ഒരു മണിക്കൂർ നമുക്ക് റണ്ണിങ് ടൈം ഉണ്ട് കേട്ടോ കറക്റ്റ് പഴനിയിലേക്ക്. ആ 1 മണിക്കൂർ കൊണ്ട് നമ്മൾ ഓടി എത്തുന്നുള്ളത് നമുക്ക് കാണാം കേട്ടോ എന്തായാലും. ഇനിയിപ്പോൾ അവിടെ വേറെ ക്രോസിംഗ് ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി അങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മളിത് പൊള്ളാച്ചിന്ന് എടുത്തിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ആദ്യ സിനിമ വെയിറ്റ് ചെയ്തൊരു അടിപൊളി സ്റ്റേഷനിലേക്ക് കയറാം കേട്ടോ. ഗോമംഗലം ഇതൊക്കെ ലൊക്കേഷനാട്ടോ. ആ കാണുന്ന റോഡില്ലേ ആ വീടിൻ്റെ അടുത്തുള്ളത്, അവിടെയാണ് ജയസൂര്യൊക്കെ നിന്ന് മറ്റേ ആ ബിജുകുട്ടൻ ചേട്ടൻ അവരൊക്കെ മറ്റേ പണി കെട്ടിയിട്ട് വെയിറ്റ് ചെയ്യണത് ആ ഒരു സ്പോട്ടിലാണ്. നമ്മളാ ഗോമംഗലം സ്റ്റേഷനിൽ വന്ന് കയറുകയാണ്. കമ്മട്ടം കഷായത്തിന് വരെ കമ്മട്ടം കൊണ്ടുവരുന്ന സ്റ്റേഷനിൽ നമ്മൾ വന്ന് കയറിയിരിക്കുകയാണ്. ഈ കറക്റ്റ് ഈ ഷെഡിന്റെ അടിയിൽ തന്നെ കേട്ടോ സെൽഫി. അങ്ങനെ നമ്മൾ ഗോമംഗലം സ്റ്റേഷനിൽ എടുത്തിരിക്കുക കേട്ടോ. അടിപൊളി സ്റ്റേഷനിൽ നമ്മൾ എടുത്തിരിക്കുകയാണ്. ഈ സൈഡിലൊക്കെ ആണെങ്കിൽ അടിപൊളി കാഴ്ചകൾ തന്നെ കേട്ടോ കാണാനുള്ളത്. അപ്പം പയണെത്തണ ഒരു സീനിക് റൂട്ട് തന്നെയാണ് ഈ റൂട്ട് എന്ന് ശരിക്കും പറയാൻ വേണമെങ്കിൽ. നമ്മൾ പഴനിക്ക് മുന്നേറ്റ ലാസ്റ്റ് സ്റ്റേഷനിൽ എത്തിയിരിക്കാട്ടോ, ഉടുമലപ്പേട്ട. ഇത് കഴിഞ്ഞ് അരമണിക്കൂർ നമ്മൾ പഴനി എത്തും കേട്ടോ. അപ്പോൾ ഇതാണ് ലാസ്റ്റ് സ്റ്റേഷൻ. നമ്മൾ ഇറങ്ങണതിന് മുന്നത്തെ ലാസ്റ്റ് ഹോൾട്ടാട്ടോ അത്. ഇവിടെ നിന്നൊക്കെ നല്ല തിരക്കാട്ടോ. പക്ഷെ ഇത് പഴനിക്കൊന്നും പോകാനുള്ളതാവില്ല. ഇവരൊക്കെ ദിണ്ടുക്കൽ, ട്രിച്ചി, മധുരൈ അവിടെയൊക്കെ പോകാനുള്ളവരാവും കേട്ടോ. ട്രിച്ചി കേട്ടോ, മധുരൈ വിരുന്നിനകറൊക്കെ ഇറങ്ങാൻ ആൾക്കാരാവും. നമുക്ക് ഇതുവരെ നല്ല അടിപൊളി റൺ തന്നെയായിരുന്നു കേട്ടോ. ഡിലേ ഒന്നും എവിടെയൊന്നും വന്നിട്ടൊന്നുമില്ല. എവിടെ അധികം പിടിച്ചിട്ടുള്ളൂ അങ്ങനത്തെ പരിപാടികളോ ക്രോസിങ്ങോ ഒന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അത്രത്തോളം നമ്മൾ കറക്റ്റായിട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കൊരു അരമണിക്കൂറിൻ്റെ യാത്രയും കൂടി ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഉടുമലപ്പേട്ട വിട്ടിരിക്കുകയാണ്. ഒരു 8:35 അടുപ്പിച്ച് നമ്മൾ പഴനി എത്തും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പഴനി എത്തിയിട്ട് കാണാം. നമ്മളങ്ങനെ പഴനി ഔട്ടറിൽ വന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പോൾ നമ്മൾ സ്റ്റേഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് പഴനിയുടെ. അപ്പോൾ നമ്മളങ്ങനെ കറക്റ്റ് സമയത്ത് തന്നെ പഴനി എത്തിയിരിക്കുക കേട്ടോ. ആ ഒരു നമ്മൾ പറഞ്ഞ ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ എത്തിയിരിക്കുകയാണ്. 8:35 ആ ഒരു മാർക്കിൽ നമ്മൾ പഴനി കയറിക്കൊണ്ടിരിക്കുകയാണ്. പഴനി സ്റ്റേഷനിൽ നമ്മൾ എത്തിയിരിക്കുക കേട്ടോ.
ഫസ്റ്റ് തന്നെ കൊണ്ട് കയറ്റണം കേട്ടോ നമ്മുടെ ട്രെയിൻ. കഴിഞ്ഞ വട്ടം നമ്മൾ വന്നപ്പോൾ സെക്കൻഡിലായിരുന്നു നമ്മൾ തിരിച്ചു വരുന്ന ട്രെയിൻ നിർത്തിയിരുന്നത്. നമ്മുടെ ഡെസ്റ്റിനേഷനായ പാളനി എത്തിയിരിക്കുകയാണ് നമ്മൾ. ബിഫോർ ടൈം ആട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞതിൽ ചെറിയ മാറ്റമുണ്ട്. നമ്മളൊരു 4 മിനിറ്റ് ബിഫോർ അടിച്ച് പഴനി കയറാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ട്രെയിനിൽ. എന്താ പറയുക, എനിക്ക് മര്യാദയ്ക്കൊന്നും അങ്ങനെ അധികം ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടൊന്നും ഇല്ല. കാരണം ഈ പഴനിയിൽ ഇറങ്ങാനുള്ള ക്രൗഡിന് അത്യാവശ്യം മേലുണ്ടായിരുന്നു. അതല്ലാണ്ട് ദിണ്ടുക്കലും വിരുദനഗറും മധുരയൊക്കെ പോണവർ തന്നെ ഇഷ്ടംപോലെ ട്രെയിനിലാണ് കേട്ടോ. എല്ലാവരും ഒരു 2 സ്റ്റേഷൻ മുന്നേക്ക് കയറി സീറ്റ് പിടിക്കുകയാണ് മേജർ സ്റ്റേഷനിൽ ആൾക്കാർ ഇറങ്ങുന്നു പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കഴിഞ്ഞ് നമ്മളൊരു തിക്കും തിരക്കും ഒരു ഇടിത്തിരക്കിൻ്റെ ഇടയിലൊക്കെ നമ്മൾ വന്ന് പഴനിയിൽ ഇറങ്ങിയിരിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും പഴനി ഒന്ന് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾക്ക് ഇങ്ങനെ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് പറയാം കേട്ടോ. ഇതൊക്കെ ഒരു കുഞ്ഞ് സ്റ്റേഷനാട്ടോ, 3 പ്ലാറ്റ്ഫോം തന്നെ ഉള്ളൂ. അപ്പോൾ ഈ 2ാമത്തെയും 3ാമത്തെ പ്ലാറ്റ്ഫോമിനൊക്കെ ചേർന്നിട്ട് അവിടെ നിങ്ങൾക്ക് ഒരു ചായക്കട മാത്രമേ ഉള്ളൂ കേട്ടോ. അവിടെ കഴിയാണ്ട് പ്ലാറ്റ്ഫോമിൻ്റെ ബാക്കിൽ നിങ്ങൾ കണ്ടു നല്ല അടിപൊളി വ്യൂ ആട്ടോ. ആ മല ഇങ്ങനെ നിൽക്കണത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് പഴനി മലയാണ്, പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ. ഇവിടെ നിന്ന് 2 കിലോമീറ്റർ അപ്പുറത്താണ്. ഇവിടെ നിന്ന് കാണുന്നില്ല ഞാൻ നോക്കിയിട്ട്. ഇതാണ് പളനി റെയിൽവേ സ്റ്റേഷൻ. ഞാൻ പറഞ്ഞ പോലെ ആകെ നമുക്ക് ഇവിടെ വലുതായിട്ടൊന്നും നമുക്ക് ഫുഡൊന്നും കിട്ടില്ല കേട്ടോ. സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് നിങ്ങൾ 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഹോട്ടലൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഒരു തട്ടിമുട്ടി കഴിക്കാനുള്ള ഹോട്ടലുണ്ട് പുറത്ത്. പിന്നെ അകത്തൊരു ചെറിയൊരു ചായക്കടയും. അത് ട്രെയിൻ വരാറാകുമ്പോൾ അത്യാവശ്യം സ്നാക്സും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നോക്കിയാൽ പഴനി അമ്പലം കാണാൻ പറ്റും. ഇതാണ് നിങ്ങൾക്ക് കാണുന്നത്, ഇതാണ് പഴനി അമ്പലം. അപ്പോൾ സ്റ്റേഷനിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ ഉണ്ടെന്നെങ്കിലും നമുക്ക് എവിടെ നിന്നാണെങ്കിലും അമ്പലം ഇവിടെ എവിടെ നിന്നാലും കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അതേ അമ്പലമാണിത്. നമ്മൾ 2ും 3ും തൊട്ടടുത്തെടുത്താട്ടോ. അപ്പോൾ നമ്മൾ 2nd ഇവിടെ നിന്നപ്പോൾ ഇവിടെ നിന്ന് കറക്റ്റ് ഇവിടെ ഒരു നമുക്ക് വാഗൺ ഷെഡ് ഉണ്ട് പഴനിയുടെ തന്നെ. അപ്പോൾ ആ ഒരു ഏരിയ നേരെ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് പഴനിയുടെ അമ്പലമാണ്, പഴനി അമ്പലം. ഇനി പുറത്തിറങ്ങിയിട്ട് ഫുഡൊക്കെ കഴിക്കണം കേട്ടോ. ഫുഡൊന്നും കഴിച്ചിട്ടില്ല, രാവിലെ പോലെ ഒന്നും കഴിക്കാനാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ ഇനി സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് എങ്ങനെയാണ് അമ്പലത്തിൻ്റെ ആ സൈഡിലോട്ട് എത്തുക, ടൗണിലോട്ട് എത്തുക, അമ്പലമുള്ള ഏരിയയിലേക്ക് എങ്ങനെ എത്തുക, പിന്നെ ഫുഡ് കഴിക്കണമൊക്കെ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടൊരു തീരുമാനം എടുക്കും കേട്ടോ. അപ്പോൾ എവിടെ നിന്ന് ഫുഡ് അടിക്കണം എന്നുള്ളതൊക്കെ നമ്മൾ പുറത്തിറങ്ങിയിട്ട് ഞാൻ പറയാം കേട്ടോ. നമ്മളിങ്ങനെ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. എന്നോട് പറഞ്ഞത് സ്റ്റേഷനിൽ നിന്ന് നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ബിൽഡിംഗ് ആയിട്ട് നിങ്ങൾ കാണാം ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ കാണുന്ന ഈ സ്റ്റെയർ കേസ് ഇറങ്ങി നമ്മൾ റൈറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അമ്പലത്തിൻ്റെ അവിടേക്ക് എത്താനുള്ള എല്ലാ വണ്ടികളും ഉണ്ടെന്ന് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇനി അവിടെ എത്തിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളത് ആ കാണുന്ന വഴി കൂടെ താഴേക്ക് ഇറങ്ങി വന്നാൽ കേട്ടോ, അതാണ് നമ്മൾ ഇറങ്ങി വന്ന വഴി. അപ്പോൾ നമ്മൾ ഇറങ്ങി വന്നത് റൈറ്റ് സൈഡിലാണ് നിങ്ങൾക്ക് കാണാം. ഇവിടെ എന്തോ ഒരു ചെറിയൊരു കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എന്നോട് നിന്നാൽ മതി, ഓട്ടോവും ബസ്സും എല്ലാം ഈ ഒരു സ്പോട്ടിൽ നിന്ന് കിട്ടാമെന്നാണ് പറഞ്ഞ കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ പോയി നോക്കട്ടെ. ഇതാണ് കേട്ടോ പളനി റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് ഭാഗം. ഇത് അവിടെ സദേൺ റെയിൽവേ ബിൽഡിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് ഡോർമെറ്ററി പോലെയൊക്കെ അവൈലബിളാണ് തോന്നുന്നു. ഇവിടെ മൊത്തം റീകൺസ്ട്രക്ഷൻ വർക്ക് നടക്കണോണ്ടാണ് നമ്മൾ സൈഡിൽ കൂടെ വന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ പുറത്തിറങ്ങി ബസ് നടത്തിക്ക് പോകാൻ പോകട്ടോ. ഇതാണ് മെയിൻ റോഡ് വരുന്നത്. സ്റ്റേഷനിലോട്ട് വന്ന് കയറുന്ന റോഡ് ഇതാട്ടോ. നമ്മളിവിടെ നിന്ന് ബസ് കിട്ടാൻ നോക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ നടക്കാൻ തീരുമാനിച്ചിരിക്കുക കേട്ടോ. ഈ ഏരിയയിലൊന്നും ബസ് കിട്ടില്ല. മിനി ബസ്സൊക്കെ ഈ ട്രെയിൻ വന്ന അപ്പം തന്നെ തിരിച്ചു പോകുന്ന പറഞ്ഞ കേട്ടോ. അപ്പോൾ നമുക്കിനി വേറെ ഓപ്ഷനൊന്നും ഇല്ല. അപ്പോൾ ഒരു 1 കിലോമീറ്ററിൻ്റെ അടുത്ത് നടക്കാണെന്ന് പറഞ്ഞിട്ട് 1.5 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ നടക്കാണെന്ന് പറഞ്ഞിട്ടാ. അപ്പോൾ നമ്മൾ നേരെ പിടിച്ച് നടക്കുകയാണ് അമ്പലം നോക്കി. ഞാനവിടെ നിന്ന് നടന്നൊന്നും വന്നില്ല കേട്ടോ. ഞാൻ ഓട്ടോയിൽ തന്നെയാണ് വന്നത്. അപ്പോൾ ഓട്ടോയിൽ വന്നത് എനിക്ക് ഞാൻ അവിടെ നിന്നൊരു 500 മീറ്റർ മുമ്പിലേക്ക് നടന്നു കേട്ടോ. അപ്പോൾ നല്ലൊരു ഓട്ടോ ചേട്ടനെ കിട്ടി. ആളെ എൻ്റെ 50 രൂപ മേടിച്ചുള്ളൂ കേട്ടോ. കറക്റ്റ് ഇവിടെ നല്ലൊരു വെജിറ്റേറിയൻ ഹോട്ടലിൽ മുന്നിൽ കൊണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്ന് ഫ്രഷ് ആവണം. ഫ്രഷ് ആയി കഴിഞ്ഞാൽ ഞാൻ നേരെ അമ്പലത്തിലേക്ക് പോട്ടോ. പിന്നെ ബാക്കിയുള്ള കാഴ്ചകൾ ഞാൻ അമ്പലത്തിൽ നിന്ന് പോയിട്ട് വന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. അമ്പലത്തിലേക്ക് കയറണം അവിടെ നിന്ന് ഫോണല്ല ഇവിടെ അല്ല. അപ്പോൾ ഞാനിപ്പോൾ മേലെ പോകുന്നതും അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ തിരിച്ചു വന്നിട്ട് ഞാൻ ബാക്കിയുള്ള അടിയിലത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. നല്ല തിരക്കാട്ടോ. ഞാനിപ്പോൾ പോണ വഴിക്ക് ചെറുതായിട്ടൊന്ന് ഷൂട്ട് ചെയ്യാൻ വെച്ചോട്ടോ. നല്ല തിരക്കാണ്. ഒരേ കാണുന്നതാണ് കേട്ടോ നമ്മുടെ പഴനി മല. അപ്പോൾ നമ്മളിപ്പോൾ ബാഗ് വയ്ക്കുന്നിടത്തേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നല്ല തിരക്കുണ്ട്. അപ്പോൾ ഇപ്പം ഇനി എത്ര നേരം എടുക്കുന്നൊന്നും അറിയില്ല നമുക്ക് തൊഴുതിറങ്ങാനൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ ആ കാണുന്ന വഴി നിന്നാട്ടോ ഇങ്ങനെ നടന്നു വന്നത്. അപ്പോൾ നമ്മൾ തിരിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ നടക്കുകയാണ്. ഞാനെൻ്റെ ചെരുപ്പും ബാഗൊക്കെ ഇവിടെ ഒരു ലോക്കറിൽ വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഫോണും കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഈ ഫോണും കൊടുത്ത് ഞാൻ നേരെ നമ്മൾ പിഞ്ച് കയറി കേട്ടോ മേലെ തൊഴാൻ പോകണത്. അപ്പോൾ എത്ര നേരം എടുക്കുന്നതെന്ന് അറിയില്ല. ചിലപ്പോൾ 2-3 മണിക്കൂറൊക്കെ എടുത്തേക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് താഴെ വന്നിട്ട് ഇനി കാണാം കേട്ടോ. ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. മേലത്തെ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ. അങ്ങനെ നമ്മൾ ഗേറ്റിൻ്റെ അടുത്ത് വന്നിരിക്കുക കേട്ടോ. ഇതിൻ്റെ അകത്ത് കയറി നമ്മൾ മൊബൈൽ അവിടെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ താഴെ ഇറങ്ങിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാണാം കേട്ടോ. ഭയങ്കര തിരക്കാണ്. അപ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റില്ല എത്ര നേരം ഞാൻ വരാനുള്ളതൊന്നും. അപ്പോൾ തിരക്കനുസരിച്ചിട്ട് വേണം. നമ്മളിപ്പോൾ വിഞ്ചുള്ള സ്ഥലത്തേക്ക് പോവാം കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് റൈറ്റ് എടുത്തിട്ട് വേണം പോകാൻ. നമ്മൾ ലെഫ്റ്റ് എടുത്ത് വന്നായിരുന്നു.
അപ്പോൾ നമ്മൾ ലെഫ്റ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ എത്തില്ല, റൈറ്റ് എടുത്ത് പോയാൽ വിഞ്ചിൻ്റെ ഏരിയ വരും കേട്ടോ. അപ്പോൾ വിഞ്ചിൻ്റെ അടുത്താണ് നമുക്ക് ഫോൺ വയ്ക്കാന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാൻ ആ സൈഡ് നോക്കി നടക്കുകയാണ്. അങ്ങനെ ഞാൻ തൊഴുത് താഴെ വന്നിരിക്കുക കേട്ടോ. ഞാനൊരു 9:45 അടുപ്പിച്ച് കയറി തുടങ്ങി കേട്ടോ. ഒരു 10:15 ഞാൻ മേലെത്തി. ഞാൻ എവിടെയും സ്റ്റോപ്പൊന്നും ചെയ്യില്ല, നേരെ കയറായിരുന്നു കേട്ടോ. കാരണം വിഞ്ചിന് ഞാൻ ക്യൂന്നപ്പോൾ 2 മണിക്കൂർ വിഞ്ചിന് ടിക്കറ്റ് എടുക്കാനുള്ള സ്ഥലത്തേക്ക് എത്താനുള്ള സമയം എന്ന് പറഞ്ഞപ്പോൾ തന്നെ പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് തോന്നി. അപ്പോൾ ഞാൻ നേരെ സ്റ്റെപ്പ് കയറിട്ടോ. സ്റ്റെപ്പ് കയറി നേരെ ചെന്ന് ഒരു 15 മിനിറ്റ് 20 മിനിറ്റിനുള്ളിൽ മേലെത്തി. എന്നിട്ട് ഞാൻ മറ്റേ 100 രൂപയുടെ ഒരു ദർശനം ഉണ്ടായിരുന്നു കേട്ടോ. അതിന് ടിക്കറ്റ് എടുത്തു. പക്ഷെ അത് ഭയങ്കര എന്താ പറയുക, ഭയങ്കര മോശമായിട്ടോ ഇവർ വിട്ടത്. ഭയങ്കര ലാഗാക്കിയിട്ടാണ് വിട്ടത്. എന്നാലും തൊഴാൻ പറ്റി കേട്ടോ, അടിപൊളി തന്നെ തൊഴാൻ പറ്റി. അങ്ങനെ എല്ലാം കഴിഞ്ഞ് താഴേക്ക് ഒരു 2-2:30 ആകുമ്പോൾ എത്തിയിരിക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ താഴെ ഉണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് മുമ്പിലോട്ട് പോകണം. ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് ഒരു ജ്യൂസും എന്തെങ്കിലുമൊക്കെ ഒന്ന് കുടിച്ചിട്ട് പതുക്കെ നമുക്ക് നടന്ന് അടുത്ത എന്താ പരിപാടി നോക്കട്ടെ കേട്ടോ. റെയിൽവേ സ്റ്റേഷനിൽ അങ്ങോട്ട് പോകണം. അതിന് മുന്നേ എന്തെങ്കിലും കഴിക്കണം എന്നുണ്ട്, അതൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യണം. ഇതാണ് കേട്ടോ പഴനി അമ്പലത്തിൻ്റെ വിഞ്ച് സ്റ്റേഷൻ എന്ന് പറയണത്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടത്, വിഞ്ചിൻ്റെ ടിക്കറ്റ് എടുക്കേണ്ട ഇവിടെ കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് അടുത്ത് തന്നെ മൊബൈൽ ഡെപ്പോസിറ്റ് സെൻറ്റർ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ തന്നെ നമുക്ക് ഫ്രീ ആയിട്ടുള്ള ഫുഡ് വെയർ ഉണ്ട്. മൊബൈലിന് നമുക്ക് അവർ മേടിക്കണം 5 രൂപ കേട്ടോ. പക്ഷെ നമ്മളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ വേറെ ആർക്കും ചെന്ന് നമ്മുടെ മൊബൈൽ മേടിക്കാൻ പറ്റില്ല കേട്ടോ. ആ ബില്ലിങ്ങിൽ തന്നെ നമ്മുടെ നമ്പറും നമ്മുടെ ഫോട്ടോയും അവർ അവിടെ സേവ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ സാധനം വേറെ ആരെങ്കിലും കൊടുത്ത് കളക്ട് ചെയ്യാൻ പറഞ്ഞാൽ പോലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ വിഞ്ചിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ നേരെ മുമ്പിലോട്ട് നടക്കണം കേട്ടോ. അപ്പോൾ അപ്പുറത്തെ സൈഡിലാണ് സ്റ്റെപ്സ്. അത് ഞാൻ പോകുന്ന വഴിക്ക് കാണിച്ചത് കേട്ടോ. ഇവിടെയൊക്കെ കുറച്ച് നേരം മുന്നേ വരെ ഭയങ്കര തിരക്കായിരുന്നു. എന്താ പറയുക, കണ്ടു കഴിഞ്ഞാൽ തന്നെ പേടിയാണ് വരുന്നു. അതാണ് ഞാൻ സ്റ്റെപ്പ് എന്നുള്ള തീരുമാനത്തിലെത്തിയത്. ഇന്ന് വേറൊരു ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു കേട്ടോ. കാരണം അഭിഷേകങ്ങൾ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആൾക്കാർ വീട്ടിൽ നിന്ന് അഭിഷേകം ചെയ്ത് മേലെ കൊണ്ടുവന്ന് അത് മുരുകന് സമർപ്പിക്കായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ തന്നെ കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഡിലേ വന്നതാണ് കേട്ടോ. പിന്നെ നമ്മളൊരു 11:30 മേലെ ആ സന്നിധാനത്ത് എത്താനായിട്ട്. അപ്പോൾ അത് എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം കുറച്ച് ഡിലേ വന്നിരുന്നു. അപ്പോൾ 11:40 ഒരു അലങ്കാരത്തിന് വേണ്ടിയിട്ട് നട അടച്ചു കേട്ടോ. പിന്നെ 1 മണിക്ക് തുറന്നത്. അതാണ് നമ്മൾ ഇത്ര ലേറ്റ് കയറി വരാനായിട്ട് താഴേക്ക്. ഇപ്പോൾ നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഫ്രണ്ട് ഭാഗത്തിലേക്ക് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് ഭാഗത്തേക്ക് നമുക്ക് നോക്കുമ്പോൾ തന്നെ ആ അമ്പലത്തിൻ്റെ ഒരു ചെറിയൊരു ഭാഗം നമുക്ക് സൂം ചെയ്യുമ്പോൾ കാണാൻ പറ്റും കേട്ടോ. ഈ ചെറിയ ചെറിയ നടകൾ പോലെ കേട്ടോ നമുക്ക് ആ സ്റ്റെപ്പിൻ്റെ ഒരു ഹോൾട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടേക്ക് നമുക്ക് കയറി പോകേണ്ടത്. അപ്പോൾ ഈ ബസ്സൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇതൊക്കെ എപ്പോഴും ഇവിടെ സർവീസ് ഉള്ളത് തന്നെയാണ്. എവിടെ നോക്കിയാലും നമുക്ക് വെയിറ്റിംഗ് ഷെഡും ഫ്രീ ഫുഡ് വെയർ കീപ്പിംഗ് പ്ലേസ് ഒക്കെ കാണാം കേട്ടോ. അപ്പോൾ ഗേറ്റ് 4 കൂടെയാണ് എന്നോട് പുറത്തിറങ്ങാൻ പറഞ്ഞത്. ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഫ്രണ്ട് ഒന്ന് പോയി കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് ഞാൻ എന്തായാലും പുറത്തേക്ക് ഇറങ്ങും. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് ഫൈനലി എത്തിയിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മളിനി ഞാൻ വന്ന വഴി നിങ്ങൾക്ക് ഒന്നുകൂടെ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഈ ഫ്രണ്ട് ഗോപുരത്തിൻ്റെ അവിടേക്കാണ് എത്തിയിരിക്കുന്നത്. ഇത് കൂടെയാണ് നമുക്ക് ഈ എക്സിറ്റ് വരുന്നത്. നമ്മൾ സ്റ്റെപ്പിന് പോയിട്ട് സ്റ്റെപ്പിന് ഇറങ്ങിയവരാണെങ്കിൽ ഇറങ്ങി വരുന്ന ഭാഗം കേട്ടോ ഈ ഒരു എക്സിറ്റ് എന്ന് പറഞ്ഞ് വരുന്ന ഭാഗം. ഇവിടെയാണ് നമ്മൾ മേലെ ഇറങ്ങി വരുന്നവരൊക്കെ വന്നിറങ്ങുക. ഞാൻ ഈ ഗേറ്റ് 3ന്റെ ഉള്ളിൽ കൂടെ കേട്ടോ വന്നത്. ഗേറ്റ് 3ന്റെ ഉള്ളിൽ കൂടെ വന്നിട്ട് ഞാൻ നേരെ ലെഫ്റ്റ് എടുത്തിട്ടാട്ടോ പോയത്. ഞാൻ റൈറ്റ് പോയിട്ട് വിഞ്ച് നോക്കി, വിഞ്ചൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ നേരെ ലെഫ്റ്റ് എടുത്ത് സ്റ്റെപ്സ് ഓപ്റ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ സ്റ്റെപ്സിന് കുറച്ച് അങ്ങോട്ട് പോകണം കേട്ടോ. അപ്പോൾ ഇതാണ് വഴി. ഇവിടെ നിന്ന് അങ്ങനെ കുറച്ച് നിങ്ങൾക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 50 മീറ്റർ പോയാൽ സ്റ്റെപ്സിൻ്റെ സൈഡാട്ടോ. അപ്പോൾ ഗേറ്റ് 3 കൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ സ്റ്റെപ്സും റൈറ്റ് സൈഡിൽ വിൻ സ്റ്റേഷനും. വിൻ സ്റ്റേഷന് തൊട്ടപ്പുറത്ത് തന്നെ കേട്ടോ റോപ്പ് കാർ കേബിളും വരുന്നത്. ഞാൻ വന്ന ഗേറ്റ് 3 കൂടെ തന്നെയാട്ടോ ഞാൻ എക്സിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനുള്ളിൽ കൂടെ നമുക്ക് എന്തെങ്കിലും പോയിട്ട് ചെറുതായിട്ട് എന്തെങ്കിലും കുടിച്ചിട്ട് അങ്ങനെ ഇറങ്ങാം കേട്ടോ. ഇതിൻ്റെ അകത്ത് നിങ്ങൾ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ കടകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇഷ്ടംപോലെ കടകളാണ് ഇവിടെ. കുറേ സാധനങ്ങൾ വിൽക്കാനുള്ള ആൾക്കാർ കാണാം നിങ്ങൾക്ക്. അതേപോലെ തന്നെ എന്താ പറയുക, ചെരുപ്പ്, ബാഗ്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ വിൽക്കാനുള്ള രീതി കേട്ടോ ഈ ഒരു ഗേറ്റ് 3യുടെ വഴി എന്ന് പറയുന്നത്. ഒരു മെയിൻ വഴി തന്നെയാണ്. ഗേറ്റ് 4 ഞാൻ ഇതുപോലെ ഒന്നും കണ്ടില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ നടന്ന് ഞാൻ പോവാണ് മുമ്പിലേക്ക്. അപ്പോൾ ഇത് കൂടെ തന്നെ പുറത്തേക്ക് ഇറങ്ങേണ്ടത്. അപ്പോൾ ഞാൻ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഭക്ഷണം കഴിച്ച ഹോട്ടലും കൂടെ കാണിച്ചത് കേട്ടോ. അപ്പോൾ അതിൽ കൂടെ നമ്മൾ നേരെ പുറത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിൻ റോഡിലേക്ക് എത്തും കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് അമ്പലത്തിലേക്ക് വരേണ്ട വഴി. ഇതാണ് ആ പറഞ്ഞ ഗേറ്റ് 3 കേട്ടോ. ഈ കാണുന്ന ഈ ശരവണ ഭവനിൽ തന്നെ കേട്ടോ ഞാൻ ഭക്ഷണം കഴിച്ചത്. അപ്പോൾ ഇപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ നിന്ന് കഴിക്കുന്നില്ല. ഇപ്പോൾ എന്തായാലും എനിക്ക് ട്രെയിൻ 5:50 കേട്ടോ. അപ്പോൾ ഇത്ര നേരത്തെ കഴിച്ച എൻ്റെ രാത്രി ഒരു വിശപ്പുണ്ടാവും. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ചെറിയ സ്നാക്സ് പോലെ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാനുള്ള പരിപാടി കേട്ടോ. അപ്പോൾ ഈ മെയിൻ റോഡിൽ കൂടെയാണ് നമ്മൾ വന്നത് കേട്ടോ. അപ്പോൾ ഈ റോഡ് നമ്മൾ നേരെ അമ്പലത്തിലേക്ക് വന്ന് കയറുന്ന വഴിയാട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുവരുന്ന വഴി ഇതാട്ടോ. അപ്പോൾ ഇത്രയ്ക്ക് തന്നെയുള്ളൂ മെയിനായിട്ട് ഈ വീഡിയോയിൽ കാണിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ നടന്നു വന്ന ശരവണഭവനും ആ ഗേറ്റ് 3ന്റെ അവിടേക്ക് പോകുന്ന റോഡ് സന്നിധി റോഡ് എന്നാട്ടോ പറയാം. അപ്പോൾ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ സന്നിധി റോഡ് വഴി വന്ന് നേരെ ശരവണഭവനിൽ കൂടെ കഴിച്ചിട്ട് അവിടെ നിന്ന് നേരെ നടന്ന് തിരിഞ്ഞ് ഗേറ്റ് 3 കൂടെ പോയാൽ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് എത്താൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ പഴനി വീഡിയോ ഞാൻ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ പഴനി നമുക്ക് തൊഴുത് നല്ല ദർശനമൊക്കെ കിട്ടി നമ്മൾ ഇറങ്ങിയിരിക്കാം കേട്ടോ.
അപ്പോൾ നമ്മൾ രാവിലെ തുടങ്ങിയ ഒരു യാത്രയാണ്. നമ്മൾ തൃശ്ശൂരിൽ നിന്ന് പാലക്കാട് വന്നത് ഞാൻ ഷൂട്ട് ചെയ്തില്ലാട്ടോ. എന്നിട്ട് പാലക്കാട് ഞാൻ തിരുവനന്തപുരം എക്സ്പ്രസ്സിന് കയറി പളനി വന്നിറങ്ങി കേട്ടോ. അതൊരു നല്ല അടിപൊളി യാത്രയായിരുന്നു കേട്ടോ. രാവിലത്തെ ചെറിയൊരു കോടം മൂടിയ സീനിക് ആയിട്ടുള്ള ആ റൂട്ടിലെ യാത്രയും ആ ഒരു സിംഗിൾ ട്രാക്ക് നമ്മൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് ആ കാഴ്ചകളൊക്കെ നമ്മൾ നല്ലോണം അടിപൊളിയായിട്ട് തന്നെ പകർത്തിയെന്ന് വിശ്വസിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് പഴനി വന്ന് എനിക്ക് നല്ല നല്ല ദർശനമായിട്ടോ കിട്ടിയത്. ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂർ വെയിറ്റ് ചെയ്ത് ഞാൻ ദർശനമൊക്കെ കഴിഞ്ഞ് താഴെ വന്ന് നല്ല അടിപൊളി തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ ഈ വീഡിയോ തന്നെ അടിപൊളിയായിട്ട് കവർ ചെയ്യാൻ പറ്റി, ഷൂട്ട് ചെയ്യാൻ പറ്റി ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ പുതിയതായിട്ടാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പിന്നെ എന്തായാലും നിങ്ങളുടെ കമൻസ് അറിയിക്കുക കേട്ടോ. ആ കമൻസാണ് എനിക്ക് അടുത്തടുത്ത വീഡിയോ ഇമ്പ്രൂവ് ചെയ്യാനുള്ളൊരു പ്രചോദനം, പിന്നെ പുതിയ ലൊക്കേഷൻസും തേടി പോകാനുള്ളൊരു പ്രചോദനം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. പാക്കലാം ഗൈസ്, ബൈ.